രാത്രിയായപ്പോൾ യുവരാജ് ഷഹീറിനെ കൊല്ലാൻ ശ്രമിച്ചു. ഭയന്ന ഷഹീർ സ്വാമിയുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വാമിയുടെ ജ്ഞാനദൃഷ്ടിയിൽ യുവരാജിന് സംഭവിച്ചതെന്താണെന്ന് മനസ്സിലായി. ഇനി യുവരാജിനെ രക്ഷിക്കണമെങ്കിൽ നന്മജലം കൊണ്ടുവരണം. അത് കാട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. ഷഹീർ അതിന് സമ്മതിക്കുന്നു. സ്വാമി ഒരു മാന്ത്രിക ഭസ്മം ഷഹീറിന് നൽകി. ഷഹീർ രാത്രി ആ കാട്ടിൽ പോയി. ഷഹീർ ആ നന്മജലം കണ്ടെത്തി. പക്ഷേ നന്മജലം സർപ്പങ്ങൾ മൂടിയിരിക്കുന്നത് കൊണ്ട് അതെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാമി തന്ന മാന്ത്രിക ഭസ്മം സർപ്പങ്ങൾക്ക് നേരെ എറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സർപ്പങ്ങൾ അവിടെ നിന്നും പോയി. ആ നന്മജലം സ്വാമിക്ക് കൊടുത്തു. സ്വാമി പൂജ ചെയ്യാൻ ആരംഭിച്ചു. ആ നന്മജലം യുവരാജിൻ്റെ പേര് നൽകിയ മൺപാവിയിൽ ഒഴിച്ചു. യുവരാജിൽ നിന്നും ആ തിന്മ ശക്തികളെല്ലാം പോയി. ഷഹീറിനും യുവരാജിനും സന്തോഷമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ യുവരാജ് സ്വാമിയുടെ അടുത്തേക്ക് പോയി. യുവരാജിന് ഒരു വിശേഷ പൂജയും കൂടി ചെയ്യാനുണ്ട്. ആ വീടിൻ്റെ രഹസ്യം സുരക്ഷിതമാക്കുവാൻ വേണ്ടി. അടുത്ത ദിവസം രാത്രി സ്വാമി പൂജ ചെയ്യാൻ ആരംഭിച്ചു. ഇതേ സമയം ഫിമയും ജോബിയയും ഷഹീറിൻ്റെയും ലയയുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. ഫിമ ഷഹീറിൻ്റെ ശരീരത്തിലും ജോബിയ ലയയുടെ ശരീരത്തിലും പ്രവേശിക്കുന്നു. ഇരുവരും പൂജയിൽ പങ്കെടുക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും പൂജയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പുറത്തുപോയി. യുവരാജിന് മനസ്സിലായി ഇവരുടെ ശരീരത്തിൽ രണ്ടാത്മാക്കളുണ്ടെന്ന്. യുവരാജിൻ്റെ ശക്തികൾ കൊണ്ട് ഇരുവരെയും അവരുടെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ചു. ഇവരുടെ ഇടയിൽ ഒരു യുദ്ധം തന്നെ നടന്നു. സ്വാമി ഇടപെട്ടതുകൊണ്ട് ഫിമയും ജോബിയും അവിടെ നിന്നും പോയി. ആ രഹസ്യം സുരക്ഷിതമായി. നാളെ കാണൂ യുവരാജ് ഷഹീറിന് നൽകുന്ന ആ മഹാശക്തികൾ. കാണൂ പ്രതികാരം രാത്രി 9 മണിക്ക് SSD സ്റ്റുഡിയോസിൽ.